വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാരാമൽ കസ്റ്റാർഡ് പുഡിങ്ങാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതൊരു എഗ്ലെസ് പുഡിങ്ങാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ചൂടായി തുടങ്ങുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഉരുകി തുടങ്ങുമ്പോൾ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. അതുവരെ നമുക്കിതൊന്നിങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരുപാട് കരിഞ്ഞു പോയി കളർ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ നമുക്കിത് കാരമലിനൊരു കയ്പ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക. ഈ ഒരു പാകത്തിന് എത്തുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതുപോലെ ഒരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ വളരെ ചെറിയൊരു അളവിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഇനി ഇതിനു വേണ്ടി ഒരു കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിന് ശേഷം മാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്താൽ മതി. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് വളരെ സിമ്പിളായി തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനിതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും കട്ട പിടിക്കാതെ അടിയിൽ പിടിക്കാതെ ഇതുപോലെ ഒരു വിസ്ക് വെച്ച് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാകത്തിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കായി പോകരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇതിൻ്റെ ഒരു പാകം. ഈ ഒരു പാകത്തിനാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ കാരമൽ ഒഴിച്ച് വെച്ചതില്ലേ, അതിന് മുകളിലേക്ക് ഇതിങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നിങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് രാത്രി മുഴുവൻ വെക്കുന്നുണ്ട്. രാവിലെയാണ് എടുത്ത് നോക്കുന്നത്. ഇത്രയും സമയമൊന്നും വെച്ചില്ലെങ്കിലും ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാലാണ് പുഡിങ് നല്ല കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സൈഡിൽ നിന്നൊക്കെ നന്നായി വിട്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, പുഡിങ് നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ജെലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലോറോ ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.